ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തെല്ലാമാണ് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുന്നില്ലേ? അൽഹംദുലില്ലാഹ് നമ്മളിവിടെ റാഹത്തായിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റമദാൻ 14-ൻ്റെ കുറച്ച് ഭാഗങ്ങളിലായും കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണട്ടെ. കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഞാനിപ്പം അസ്രംസ്കാരെല്ലാം കഴിഞ്ഞത് കിച്ചണിൽ പോയിട്ടുണ്ട് കേട്ടോ. പോകുമ്പോഴേക്കും മമ്മി കടലെല്ലാം മസാല ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം പോയിട്ട് ഉള്ളിയെല്ലാം അരിഞ്ഞെടുക്കലാന്ന് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനെല്ലാം നേരത്തെ തന്നെ കൈറ്റെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഇനിയിപ്പം ചിക്കൻ കറിയെല്ലാം റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അതിനുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. സവാള സോഫ്റ്റ് ആക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് വെറുതെ നിന്നിട്ട് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇടക്കിടക്ക് ചിള്ളി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞ് പോകും കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഞാൻ പോയിട്ട് ചിക്കൻ പൊട്ടിത്തെറിച്ചതിന് റെസിപ്പി ചോദിച്ചു കേട്ടോ. അത് റെഡിയാക്കി എടുക്കലാണ്. ചിക്കൻ ഇതുപോലെ മുറിച്ചെടുക്കണം കേട്ടോ. തടിച്ചിട്ടുള്ളത് എടുക്കണ്ട, ഇങ്ങനെ ഇതുപോലെ മുറിച്ചെടുക്കണം കേട്ടോ നീളത്തിൽ. അങ്ങനെയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ കുറച്ച് സോയാ സോസ്, കുറച്ച് വിനീഗർ, പിന്നെ കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കലാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ രാവിലെ ഇതാക്കി വെക്കലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് വേറെ എന്തും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിന്ന് കമൻറ്റിൽ കണ്ടത്, ഞാൻ ആ കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും വിചാരിച്ച് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കുറച്ച് സമയം അത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ കറിയെല്ലാം റെഡിയാക്കുമ്പോഴത്തേക്കും അത് റെഡി ആയിക്കോളൂ കേട്ടോ. അങ്ങനെ ആ കറീൻ്റെ ഉള്ളിയെല്ലാം പിന്നെ സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് തക്കാളിയും പച്ചമുളകും മുറിച്ചേക്കാമെന്ന് വിചാരിച്ച്. സമയം ഏറ്റവും വില പിടിച്ചതല്ലേ ഈ സമയം. പക്ഷേ അപ്പോൾ ഓരോന്നേ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉള്ളി ചുള്ളിക്കൊണ്ടും പിന്നെ തക്കാളിയും പച്ചമുളക് കുറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, നോമ്പ് എത്ര പെട്ടെന്ന് പോയിനല്ലോ. ഇപ്പോൾ 14 നോമ്പായി, ഇപ്പോൾ ഇത് 15ാമത്തെ നോമ്പാണ്. മാഷാ അല്ലാഹ്, നോമ്പ് നല്ല രീതിയിൽ കഴിഞ്ഞ് കൂടി. ഇത്ര 15 പെട്ടെന്നായിന് കേട്ടോ. പോയതേ അറിയുന്നില്ല. 5-6 നോമ്പായ പോലെ ഉണ്ട് കേട്ടോ. ഇന്ന് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്ന മുട്ടപ്പം പിന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ചതും ഉള്ളി വജിയാണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ള മുട്ടയെല്ലാം വേഗം പോയിട്ട് പൊങ്ങിയെടുക്കലാന്ന്. അങ്ങനെ മുട്ടെല്ലാം പൊങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിതാ പിന്നെ ചിക്കൻ കറിക്കുള്ള ഉള്ളിയെല്ലാം പിന്നെ ഫ്രൈ ആക്കിക്കൊണ്ടേണ്ട്. അങ്ങനെ ചിക്കൻ കറീൻ്റെ ഉള്ളിയെല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളി പച്ചമുളക് ചേർത്ത് കൊടുത്തു. അങ്ങനെ അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കലാന്ന് കേട്ടോ. അതിന് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ജീരകപ്പൊടി, പിന്നെ അങ്ങനത്തെ നമ്മളിടുന്ന പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ല കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കലാണ്. അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതിന് ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുക്കലാണ്. അതിൻ്റെ എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കലാണ്. അങ്ങനെ ചിക്കൻ കറീൻ്റെ പണി കഴിഞ്ഞിട്ടാ. പിന്നെ അത് അവിടെ റെഡി ആയിക്കോളും. പിന്നെ ഇനി മുട്ടപ്പത്തിനുള്ള ഉള്ളിയെല്ലാം മുറിച്ചെടുക്കലാണ്. ഉള്ളി മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് തന്നെ അത് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ. അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണെന്ന് വെച്ചാൽ സവാളയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കലാണ് കേട്ടോ. ഇത് മുട്ടപ്പത്തിനുള്ള മസാലയാക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയം കൊണ്ട് തന്നെ മുട്ടയെല്ലാം ഞാൻ അങ്ങനെ മുറിച്ച് വെക്കുന്നുണ്ട്. അത് കറിവേപ്പില, പച്ചമുളക്, മല്ലിയില ചേർത്ത് കൊടുത്ത് അതിനുശേഷം അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാനിതാ പിന്നെ മുട്ടപ്പത്തിനുള്ള മസാല റെഡിയാകുന്ന സമയം കൊണ്ട് തന്നെ ഉള്ളി വെച്ചക്കുള്ള ഉള്ളിയെല്ലാം ചോപ്പ് ചെയ്തെടുക്കലാണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലപ്പൊടി ഇല്ല കേട്ടോ, കടലപ്പൊടി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കലാണ്. അങ്ങനെ അതും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അതിനുശേഷം ചിക്കൻ പൊട്ടി തെറിച്ചലൊക്കെ ഉള്ളതാണ്. പിന്നെ സമൂസൻ്റെ ഷീറ്റില്ല അത് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ തിന്നായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കലാണ് കേട്ടോ. കട്ടില മുറിക്കേണ്ട, കഴിയുന്നതും തിന്നായിട്ട് തന്നെ മുറിക്കണം കേട്ടോ. ഞാനിതെല്ലാം ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കലാണ്. അങ്ങനെ ഇതും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനെല്ലാം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ കേട്ടോ. സോറി, എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. പിന്നെ ഓരോരോ ചിക്കൻ പീസ് എടുത്തിട്ട് ഈ സമൂസൻ്റെ ഷീറ്റിലിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ചോറ് കൊടുക്കുന്നതിന് കുറിച്ചിട്ട് അതുപോലെ ഇതെങ്ങനെയെല്ലാം കവർ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഉറപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോഴേക്ക് ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടാകുന്ന സമയം കൊണ്ടല്ലേ ഇങ്ങനെ ഇതൊരൊന്നും ഇങ്ങനെ ചെയ്തെടുക്കലാന്ന്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കലാന്ന്. എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ ചിക്കൻ വെന്ത് കിട്ടുമോ, ചിക്കൻ ഫ്രൈ ആവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ നല്ല പോലെ ഫ്രൈ ആവും, വെന്തിട്ടും കിട്ടും കേട്ടോ. പിന്നെ തീ നല്ല പോലെ കൂട്ടി കൊടുക്കണം. എന്നിട്ട് എണ്ണ നല്ല പോലെ ചൂടാവണം കേട്ടോ. ചൂടായതിന് ശേഷം ഓരോരോ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. പിന്നെ ചിക്കൻ ഇടുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ചു മറച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ വെന്ത് കിട്ടും, നല്ല പിന്നെ ഫ്രൈ ആയിട്ടും കിട്ടും കേട്ടോ. അങ്ങനെ ചിക്കനിൽ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് തന്നെ മുട്ടക്കുള്ള മസാല റെഡിയാക്കി എടുക്കലാണ്. മുട്ടക്കുള്ള മസാല റെഡിയാക്കി എടുത്തു. പിന്നെ മുട്ടക്കുള്ള മൈദെല്ലാം പിന്നെ കുഴച്ചിട്ടെല്ലാം വെച്ചു കേട്ടോ. അങ്ങനെ കടലെല്ലാം മമ്മി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കക്കിരിയും സവാളയെല്ലാം ഇട്ടിട്ട് പിന്നെ മല്ലിയില ഉണ്ടായിട്ടാ, മല്ലിയില കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മി മുസമ്പില തുള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതാ പഞ്ചസാരയും സാധാരണ വെള്ളം ഇട്ടിട്ട് പഞ്ചസാര അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പം ഐസ് ക്യൂബും പിന്നെ മുസമ്പിയെല്ലാം ഇട്ടിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോഴാക്കി വെച്ചെങ്കിൽ കഴിക്കും, അതുകൊണ്ട് മുന്നേ തന്നെ പഞ്ചസാരയും വെള്ളം ചേർത്തിട്ട് പഞ്ചസാര നല്ലപോലെ അടിച്ചെടുക്കലാന്ന്. അങ്ങനെ പിന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ചെല്ലാം ഫ്രൈ ആക്കി എടുത്തു. അതിന് ശേഷം ഉള്ളി ബജിയെല്ലാം ഫ്രൈ ആക്കി എടുക്കലാണ്. അങ്ങനെ ഉള്ളി ബജിയെല്ലാം ഫ്രൈ ആക്കി എടുത്തു. അതിന് ശേഷം മുട്ടപ്പല ഓരോന്നായി ചുട്ടെടുക്കലാന്ന്. പിന്നെ എനിക്ക് ഒരുപാട് കമൻറ്റ് ലൈക്കെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടല്ല, എൻ്റെ വ്യൂസിനനുസരിച്ചിട്ട് ലൈക്കും കമൻറ്റെല്ലാം ഉണ്ട് കേട്ടോ. കമൻറ്റ് ലൈക്കെല്ലാം ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കമൻസ് എല്ലാം വായിക്കുമ്പോൾ. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റെ കമൻസ് എല്ലാം ഞാൻ വായിക്കാം കേട്ടോ. അങ്ങനെ ഒന്നാമത്തെ ട്രിപ്പ് മുട്ടപ്പലം ഫ്രൈ ചെയ്തെടുത്തു. ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കലാന്ന്. അങ്ങനെ അപ്പങ്ങളെല്ലാം പൊരിയെല്ലാം കഴിഞ്ഞു കേട്ടോ. പൊരിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ജ്യൂസെല്ലാം റെഡിയാക്കി എടുത്തിട്ട് മൂസമ്പി ജ്യൂസ് ആക്കിയെടുത്തു. പിന്നെ മമ്മി ചെറുനാരങ്ങ സർബത്തെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കലാന്ന്. പക്ഷേ ഐസ് ക്യൂബ് എത്ര അങ്ങ് പോകുന്നില്ല കേട്ടോ. അങ്ങനെ അത് അടന്ന് വെച്ചു കേട്ടോ. അപ്പം കൊടുക്കുമ്പോൾ കഴിഞ്ഞിട്ട് എന്തായാലും തയ്ക്കത്തെന്ന് വിചാരിച്ച് അങ്ങനെ ഇതെല്ലാം ടേബിളിന്മേൽ കൊണ്ടുവെക്കലാന്ന്. അങ്ങനെ അപ്പങ്ങളും ജ്യൂസെല്ലാം ടേബിളിന്മേൽ കൊണ്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഷെയ്ക്ക് ആക്കാനുണ്ട് കേട്ടോ. മാംഗോ ഷെയ്ക്കാണ് ഇന്നുണ്ടാക്കുന്നു. അത് മനസ്സൂർത്ത ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മുന്നേ വന്നിട്ട് ഉണ്ടാക്കിക്കോളും. അത് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ അത് കുടിച്ചാൽ മാത്രം മതി. അങ്ങനെ ഇതെല്ലാം ടേബിളിന്മേൽ സെറ്റാക്കി വെക്കലാന്ന്. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പം ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി വാങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യലാന്ന്. അൽഹംദുലില്ലാ അങ്ങനെ ബാങ്കെല്ലാം കൊടുത്തു. അങ്ങനെ എല്ലാവരും കൂടി നോമ്പെല്ലാം മുറിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.